മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിഷമത്തോടുകൂടി ആലോചിക്കുന്ന ലേഖയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, കുഞ്ഞിനെ ഏതെങ്കിലും ഓണം കഴിയുന്നത് വരെ ഇവിടെ നിർത്തിക്കോ, അതിനുശേഷമേ ഞാൻ കൊണ്ടുപോകുകയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് വളരെ സന്തോഷമാകുന്നുണ്ട് നമ്മുടെ അനന്തുവിനും ലേഖയ്ക്കും. ഓണത്തിന് അധികം ദിവസമൊന്നും ഇല്ലല്ലോ കണ്ണേട്ട, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുഞ്ഞ് ഇവിടെ നിന്നും പോകുമോ എന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും അനന്ത് പറയുന്നുണ്ട്, നീ എന്ത് വർത്തമാനമാണില്ലേക്ക് പറയുന്നത്, അവൻ്റെ കുഞ്ഞിനെ അവൻ്റെ തറവാട്ടിലോട്ടൊന്ന് കൊണ്ടുപോകണ്ടേ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ലേഖ പറയുന്നുണ്ട്, എന്നാൽ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാനെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിഷമത്തോടുകൂടി തന്നെ അവിടെ നിന്നും പോകുന്നു. അതേസമയം അനന്ത് പറയുന്നുണ്ട്, അവൾക്കാണെങ്കിൽ വളരെ വിഷമമാണെന്നും ഞങ്ങൾ പുറത്തായിരുന്ന സമയത്ത് അവൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാനായിട്ട് ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ലായിരുന്നു. ഇപ്പോൾ കുഞ്ഞിനെയും മഹിയെയും കണ്ടതുകൊണ്ട് മാത്രമാണ് അവൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായിരിക്കുന്നത്. പിന്നെയാണെങ്കിൽ മഞ്ജു കരുണയുമെല്ലാം അമ്മമാരാകാനായിട്ട് ശ്രമിക്കുകയല്ലേ, അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾക്ക് ആകെ വിഷമം. പിന്നെ നമ്മുടെ തോമസ് വൈദ്യനാണെങ്കിൽ തീർത്ത് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഒരിക്കലും ഒരു അമ്മയാകാനായിട്ട് സാധിക്കില്ല എന്ന്. അതുകൊണ്ടാണ് കൂടുതൽ വിഷമം ഇപ്പോൾ എന്നെല്ലാം ലേഖയുടെ കാര്യങ്ങളെല്ലാം തന്നെ അനന്തു ആണെങ്കിൽ കണ്ണനോട് പറയുന്നു. പിന്നീട് കരുണയാണെങ്കിൽ മുത്തശ്ശിയുടെ ഫോണിലോട്ട് വിളിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ മോള് വിളിക്കുന്നുണ്ട്, ഇനി എന്താണ് പറയുന്നതെന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, അമ്മ ഫോൺ എടുത്തിട്ട് കാര്യങ്ങൾ പറ അവളോട്, അല്ലെങ്കിൽ ഇപ്പോൾ അവൾ എന്നെ വിളിക്കുമെന്നാൽ പറയുന്നു. അതേസമയം മുത്തശ്ശി ഫോൺ എടുത്തിട്ട് മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു സംസാരിക്കുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. മക്കളെ എന്നൊന്നും വിളിക്കേണ്ട, എനിക്ക് ജീവിതം മടുത്തുവെന്നും ഈ ജീവിതം ഇനി ഞാൻ എങ്ങനെ ജീവിച്ച് തീർക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നു. എല്ലാവരും അവിടെ ഒത്തുചേർന്നിട്ടുണ്ട്, അവളുടെ നൂലുകെട്ട് നല്ല സന്തോഷമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ നല്ലൊരു ആഹാരം പോലും കിട്ടുന്നില്ല, എല്ലാം ആ വല്യേട്ടന് കൊടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതിയെന്നാണ് ഇവിടെയുള്ള ഒരു എൻ്റെ അമ്മായിയമ്മ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ജീവിതം മടുത്തു, ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്നെല്ലാം പറയുന്നത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നും നീ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കരുതെന്നെല്ലാം പറയുമ്പോഴേക്കും ഒരു കുഞ്ഞുണ്ടെന്നും വെച്ച് ഞാൻ എത്ര കണ്ട് സഹിക്കണം, എനിക്ക് മതിയായി ഈ ജീവിതം, എൻ്റെ അച്ഛനുണ്ടോ അവിടെ എന്ന് ചോദിക്കുന്നു. അച്ഛൻ ഇവിടെ ഇല്ല മോളെ എന്ന് പറയുമ്പോൾ അച്ഛനോട് പറഞ്ഞേര്, ഇനി ഈ ഒറ്റ മോളെ കാണണമെന്നുണ്ടെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും തന്നെ അച്ഛൻ ചെയ്തില്ലെങ്കിൽ ഈ മോളിനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് കരുണ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി. ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ ആകെ സങ്കടം കൊണ്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. പ്രതാപൻ പറയുന്നുണ്ട്, അമ്മേ നമ്മൾ നമ്മുടെ മകൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്, അവളെ സന്തോഷിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അവളുടെ ജീവിതം തന്നെ അവൾ നശിപ്പിക്കും. അതുകൊണ്ട് എന്താണ് അമ്മ ഇപ്പോഴും പോകുംവഴി എന്ന് പറയുമ്പോൾ നീ എന്തെങ്കിലും ചെയ്ത് അവളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. മുത്തശ്ശി പറയുന്നത് കേട്ട പ്രതാപൻ പറയുന്നുണ്ട്, ഇപ്പോൾ അവൾ സന്തോഷിക്കേണ്ട സമയമാണെന്നും അതുകൊണ്ട് എൻ്റെ മോൾക്ക് സന്തോഷിപ്പിക്കാനുള്ളൊരു വക ഉണ്ടാക്കി കൊടുക്കണമെന്നെല്ലാം പ്രതാപം പറയുന്നത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അതിന് നീ അധികം അമാന്തിക്കേണ്ട എന്ന് പറയുന്നു. അപ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അമ്മേ, എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്നെങ്കിലും ഒരു ദിവസം നടക്കുകയുള്ളൂ എന്ന് പറയുന്നു. പ്രതാപൻ്റെ ആ ആഗ്രഹപ്രകാരം ഒരാളെ പ്രതാപൻ അവിടെ വരുത്തിക്കുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പ്രതാപൻ അയാളോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. പ്രതാപൻ്റെ നിർദ്ദേശം പ്രകാരം അയാൾ അങ്ങോട്ട് ചെല്ലുകയാണ്. പിന്നീട് കേസിൻ്റെ കാര്യങ്ങൾ എന്തായെന്നെല്ലാം സാഗർ ചോദിക്കുമ്പോഴേക്കും കേസിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് തന്നെ നടക്കും, ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല, എല്ലാവരെയും നിയമത്തിന് മുന്നിൽ തന്നെ ഞാൻ കൊണ്ടുവരും, ആരോടും ഒരു സഹതാപവും ഞാനിനി കാണിക്കില്ല, അത് അതിൻ്റെതായ വഴിക്ക് തന്നെ ഇനി നടക്കുമെന്നെല്ലാം പറയുന്നത് കേട്ട് അനന്തുവിന് വളരെ സന്തോഷമാകുന്നുണ്ട്. നൂലുകെട്ടിൻ്റെ ചടങ്ങിനായിട്ട് മഹിയും കണ്ണനും താഴെ ഇരിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ അവിടെ നടക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു സ്വാമി വരുന്നത്. ആ സ്വാമിയെ കാണുന്നതും മഹിക്കും കണ്ണനും വളരെ സന്തോഷമാകുന്നു. അങ്ങനെ സ്വാമീനെ സ്വീകരിച്ച് ആനയിച്ചിരുത്തുകയാണ് അവർ രണ്ടുപേരും. നല്ലൊരു മംഗളകർമ്മം നടക്കുന്ന സമയത്ത് എനിക്കിവിടെ വരാൻ കഴിഞ്ഞത് ദൈവകൃപ ഉള്ളത് കൊണ്ടാണെന്നെല്ലാം ആ സ്വാമി പറയുന്നത് കേട്ട് എല്ലാവർക്കും അങ്ങനെ സന്തോഷമാകുന്നു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെയും കൂടി അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ സ്വാമി പറയുന്നുണ്ട്, സന്തോഷത്തോടു കൂടി തന്നെ കുഞ്ഞിനെ എൻ്റെ കൈകളിലോട്ട് തരാനായിട്ട് പറയുന്നു. അങ്ങനെ കുഞ്ഞിനെ കൈകളിലോട്ട് കൊടുക്കുന്നതും സ്വാമിയാണെങ്കിൽ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നതായിട്ട് ഒരു ഭസ്മമെല്ലാം തൊട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നവർക്കും ഈ കുഞ്ഞിനും നല്ല ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും, ഈ കുഞ്ഞ് അത്രയ്ക്ക് നല്ല ഒരു കുഞ്ഞാണെന്നുമെല്ലാം അവരുടെ മുന്നിലായിട്ട് സ്വാമി പറയുന്നത് കേട്ട് എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നു. പിന്നീട് സ്വാമി അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്ത് സ്വാമിക്കാണെങ്കിൽ ഒരു കള്ളലക്ഷണമുണ്ട്. ആ പ്രതാപം പറഞ്ഞു വിട്ട ആളാണ് സ്വാമി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അങ്ങനെ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തൊട്ട ഭസ്മമാണെങ്കിൽ വിഷം പുരണ്ട ഒരു ഭസ്മമായിരുന്നു. പ്രതാപനാണെങ്കിൽ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ ഇരിക്കുകയാണ്. അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ തന്നെ
പക്ഷേ ആ സ്വാമിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ ആ അമ്മയിലൂടെ തന്നെ മാർക്കോ അറിയുന്നുണ്ട്. അങ്ങനെ ആ സ്വാമിയെ കൈയോടെ പിടികൂടുകയും ചെയ്യുന്നുണ്ട് മാർക്കോ. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.